ഇന്ത്യ മുന്നണിയിലേക്ക് വീണ്ടും എത്തുമെന്ന അഭ്യൂഹം ശക്തമാക്കി ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ DMK പ്രചാരണത്തിന് തമിഴ്നാട്ടിലേക്ക് എത്തുകയാണ്. ഏപ്രിൽ 20-21 തീയതികളിൽ നടക്കുന്ന DMKയുടെ തെരഞ്ഞെടുപ്പ് റാലികളിൽ അരവിന്ദ് കെജ്രിവാൾ പങ്കെടുക്കും. നേരത്തെ DMK നേതൃത്വം നൽകുന്ന സഖ്യത്തെ പിന്തുണയ്ക്കാനും ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരുന്നു. കൂടാതെ ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ രാഹുൽ ഗാന്ധിയും തമിഴ്നാട്ടിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അറിയിച്ചു. പരിപാടിയുടെ തീയതികളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നും രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളും പ്രചാരണത്തിൽ പങ്കെടുക്കും എന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്ന രാഹുൽ ഗാന്ധി ഇതുവരെ തമിഴ്നാട്ടിലെത്താത്തത് ഏറെ ചർച്ചകൾക്ക് കാരണമായിരുന്നു. അതേസമയം ദ്രാവിഡ മണ്ണിൽ ഏതു വിധേയനെയും ശക്തി കാണിക്കാനാണ് BJPയുടെ ശ്രമം. ഇന്ത്യ മുന്നണിയിലെ പിണക്കങ്ങൾക്ക് പരിഹാരവേദിയായി തമിഴ്നാട് തെരഞ്ഞെടുപ്പ് മാറുകയാണോ? DMKയുമായി രാഹുൽ ഗാന്ധിക്കുണ്ടായ ഭിന്നതകൾക്ക് കാരണമെന്ത്? കാണാം RDX. DMKയ്ക്ക് വേണ്ടിയാണ് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ തമിഴ്നാട്ടിൽ പ്രചരണത്തിനെത്തുന്നത്. ഏപ്രിൽ 20-21 തീയതികളിൽ DMK സംഘടിപ്പിക്കുന്ന റാലികളിൽ അരവിന്ദ് കെജ്രിവാൾ സംസാരിക്കും. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല. പകരം DMK നേതൃത്വം നൽകുന്ന സഖ്യത്തെ പിന്തുണയ്ക്കാനായിരുന്നു തീരുമാനം. ഇതോടെ ഇന്ത്യ സഖ്യത്തിലേക്ക് ആം ആദ്മി പാർട്ടി വീണ്ടും എത്തുമെന്ന അഭ്യൂഹങ്ങളും ശബ്ദമായിട്ടുണ്ട്. സീറ്റ് വിഭജന ചർച്ചകളിലെ ഭിന്നതയെ തുടർന്ന് പ്രചാരണങ്ങളിൽ നിന്ന് വിട്ടുനിന്ന രാഹുൽ ഗാന്ധിയും 3 ദിവസത്തിനകം തമിഴ്നാട്ടിലെത്തും. രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലെ നിയമസഭാ പ്രചാരണ യോഗത്തിൽ പങ്കെടുക്കാത്തത് വലിയ വിവാദമായിരുന്നു. DMK നേതൃത്വത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് രാഹുൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. BJP ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് തമ്പടിച്ച് പ്രചാരണം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ രാഹുലിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്നാണ് DMKയുടെ വിലയിരുത്തൽ. അതേസമയം NDA സഖ്യത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനകം 3 തവണയാണ് തമിഴ്നാട്ടിലെത്തിയത്. എടപ്പാടി പളനിസ്വാമിക്കൊപ്പം ഏപ്രിൽ 15-ന് നാഗർകോവിലിലും 18-ന് കോയമ്പത്തൂരിലും നരേന്ദ്രമോദി വീണ്ടും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. RDX റാപ്പ് ന്യൂസ് മലയാളം. ഇത് സംബന്ധിച്ച ചില ഡേറ്റകൾ കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ AAPയും ഇന്ത്യ മുന്നണിയും തമ്മിൽ ഉള്ള ബന്ധം പരിശോധിക്കുമ്പോൾ 2023 ജൂലൈയിൽ ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ ആം ആദ്മി പാർട്ടി മുന്നണിയുടെ ഭാഗമായിരുന്നു. 2025 ജൂലൈയിൽ മുന്നണിയിൽ നിന്ന് ഒഴിവാകുന്നതായി ആം ആദ്മി പാർട്ടി അറിയിച്ചു. 2024 തിരഞ്ഞെടുപ്പിന് മാത്രമായി രൂപീകരിച്ച മുന്നണിയായാണ് ഇന്ത്യ സഖ്യമെന്നാണ് AAPയുടെ അന്നത്തെ വാദമുണ്ടായിരുന്നത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളിലും AAP എതിർപ്പ് അറിയിച്ചിരുന്നു. മുന്നണിയുടെ ഐക്യം ഉറപ്പാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്ന് അന്നേ അവർ വിമർശനം ഉന്നയിച്ചിരുന്നു. ഡൽഹി, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AAP അന്ന് ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്തു. രാഹുൽ DMK ഭിന്നതയ്ക്കുള്ള പരിസമാപ്തിയാണോ ഇത് എന്നൊക്കെയാണ് നമ്മളിപ്പോൾ ഉറ്റുനോക്കുന്നത്. രാഹുൽ അവിടെ പ്രചാരണത്തിനായി എത്തുകയാണെങ്കിൽ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ രാഹുൽ ഗാന്ധി ഉടൻ തമിഴ്നാട്ടിലേക്ക് എത്തുകയാണ്. രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്താത്തതിൽ DMK എതിർപ്പ് അറിയിച്ചിരുന്നു. പോണ്ടിച്ചേരിയിൽ സ്റ്റാലിനോടൊപ്പം തീരുമാനിച്ച പരിപാടിയിൽ നിന്ന് രാഹുൽ വിട്ടുനിന്നതിലും അന്ന് വിമർശനം ഉയർന്നിരുന്നു. സീറ്റ് വിഭജന ചർച്ചകളിലെ ഭിന്നതയെ തുടർന്നാണ് രാഹുൽ പ്രചാരണത്തിന് എത്താത്തത് എന്ന അഭ്യൂഹവും അന്നുണ്ടായിരുന്നു. DMK നേതൃത്വം നൽകുന്ന SPA മുന്നണിയുടെ ഭാഗമാണ് കോൺഗ്രസ്. 28 സീറ്റുകളിൽ മത്സരിക്കുകയും ചെയ്യുന്നു. എന്നാൽ DMKയുമായുള്ള എതിർപ്പ് അവസാനിച്ചെന്നും രാഹുൽ ഉടൻ തമിഴ്നാട്ടിൽ എത്തുമെന്നും അവിടുത്തെ കോൺഗ്രസ് വൃത്തങ്ങളും അറിയിക്കുകയാണ് നിലവിൽ ഔദ്യോഗികമായി. ഇനി പ്രിയങ്ക ഗാന്ധി, രേവന്ത് റെഡ്ഡി, സിദ്ധരാമയ്യ, DK ശിവകുമാർ എന്നിവരും പ്രചാരണത്തിൽ പങ്കെടുക്കുമെന്നുണ്ട് സൂചനകളുണ്ട്. മക്കൾ നീതിമയ്യം നേതാവും നടനുമായ കമൽഹാസനാണ് രാഹുൽ ഗാന്ധിയെ അനുനയിപ്പിക്കാൻ മുൻകൈ എടുത്തത് എന്നാണ് വിവരം. NDA പ്രചാരണത്തിനായി അതേസമയം NDA സഖ്യത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനകം 3 തവണ തമിഴ്നാട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയും 2 തവണ കൂടി തമിഴ്നാട്ടിൽ നരേന്ദ്രമോദി എത്തുന്നുമുണ്ട്. ഏപ്രിൽ 15-ന് നാഗർകോവിലിലും 18-ന് കോയമ്പത്തൂരിലുമാണ് മോദി വീണ്ടും എത്തുക. AIDMK നേതാവ് എടപ്പാടി പളനിസ്വാമിക്കൊപ്പമാണ് നരേന്ദ്രമോദിയുടെ പ്രചാരണ പരിപാടികൾ. BJP തമിഴ്നാട് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക കേന്ദ്രമന്ത്രി JP നദ്ദ ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രതിമാസം 2000 രൂപയും പ്രതിവർഷം 3 സൗജന്യ LPG സിലിണ്ടറുകളും അവർ വാഗ്ദാനം ചെയ്യുന്നു. സ്കൂട്ടറുകൾ വാങ്ങാൻ യോഗ്യരായ സ്ത്രീകൾക്ക് 25,000 രൂപ സബ്സിഡി നൽകും എന്നും ഈ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, ജല്ലിക്കെട്ട് കാളകളെ വളർത്തുന്നവർക്ക് പ്രതിമാസം 2000 രൂപ സഹായവും നൽകുമെന്നാണ് പറയുന്നത്. ജല്ലിക്കെട്ടിൽ പങ്കെടുക്കുന്നവർ മരിച്ചാൽ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരവും അവർ വാഗ്ദാനം ചെയ്യുന്നു. 10,000 രൂപയുടെ ഒറ്റത്തവണ ഗാർഹിക സഹായ പദ്ധതിയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിൽ വീട്ടുപകരണങ്ങൾക്കായി 8,000 രൂപയുടെ കൂപ്പണുകൾ നൽകും എന്നും പറയുന്നുണ്ട്. 5 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പശ്ചിമ ബംഗാളിലെത്തി രാഹുൽ ഗാന്ധി എത്തിയിരുന്നു. തൃണമൂലിനും BJPക്കുമെതിരെ ഉത്തർ ദിനാജ്പൂരിലെ റാലിയിൽ കടുത്ത വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. മോദി അഴിമതിക്കാരനാണെങ്കിൽ തൃണമൂലും അക്കാര്യത്തിൽ ഒട്ടും കുറവല്ലെന്നാണ് രാഹുൽ അവിടെ വിമർശനം ഉന്നയിച്ചത്. ശാരദാ
ചിട്ടി ഫണ്ട് കുംഭകോണവും റോസ് വാലി കുംഭകോണവും രാഹുൽ പരാമർശിക്കുകയും ചെയ്തു. മമതാ സർക്കാർ ബംഗാളിൽ BJPയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയതായും രാഹുൽ അവിടെ വിമർശിക്കുകയാണ് ഉണ്ടായത്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് തൃണമൂൽ കോൺഗ്രസ് എന്നതും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. ഞാൻ ഇതിൽ കാണുന്നത് രാഹുൽ ഗാന്ധി ഇത് തമിഴ്നാട്ടിലുള്ളത് ഒരു പ്രത്യേക സാഹചര്യമാണ്. പക്ഷേ മറ്റിപ്പോൾ പശ്ചിമ ബംഗാളിലെത്തിയിട്ടാണെങ്കിലും കേരളത്തിലെത്തിയിട്ടാണെങ്കിലും അദ്ദേഹം ഇന്ത്യ മുന്നണി എന്നുള്ളത് അത് അവിടെ ദേശീയ തലത്തിൽ മാത്രമായി ഒതുക്കി മാറ്റിവെച്ചിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ അതത് രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് അദ്ദേഹം സംസാരിക്കുന്നു എന്നാണ് മനസ്സിലാക്കി തീർക്കുന്നത്. പക്ഷേ അപ്പോഴും 28 സീറ്റിൽ കോൺഗ്രസ് തമിഴ്നാട്ടിൽ മത്സരിക്കുകയാണ്. അവിടെ അവരുടെ വിജയത്തിനെങ്കിലും അദ്ദേഹം എത്തണ്ടേ, ആ സീറ്റുകൾ ഉറപ്പിക്കാനെങ്കിലും എത്തണ്ടേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിലിപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് സത്യത്തിൽ യഥാർത്ഥ പ്രശ്നം? അതാണ് ശ്യാമിലി, അതാണ് യഥാർത്ഥത്തിലെ മിസ്റ്ററി, അതായത് അത്ഭുതം. എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഇദ്ദേഹം ഇതുവരെ പ്രചാരണത്തിന് പോകാത്തത് എന്നത് അവർക്കും മനസ്സിലായിട്ടില്ല. രാഷ്ട്രീയ വൃത്തങ്ങളിലാകപ്പാടെ കൗതുകമുള്ള ചർച്ചയാണ്. ഇപ്പോൾ ഇന്ന് ഹിന്ദു പത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ അവിടെ എത്തുകാരനായിട്ടുള്ളൊരു ലേഖകൻ വിശദമായിട്ട് ഈ കാര്യം എഴുതിയിട്ടുണ്ട്. അതായത് ആർക്കും അതിനകത്തൊരു എന്തുകൊണ്ട് എന്ന് കാരണം ആർക്കും മനസ്സിലായതായിട്ട് ഞാൻ വായിച്ച ടെക്സ്റ്റുകളിലൊന്നും കണ്ടില്ല. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അത് അസാധാരണമായ സാഹചര്യം. ഇപ്പോൾ ശ്യാമിലി പറഞ്ഞതുപോലെ ബംഗാളും കേരളവും പുതുച്ചേരിയും തമിഴ്നാട്ടിലൊക്കെയാണ് പരീക്ഷ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, പിന്നെ ഈ അസമിലും. അപ്പോൾ ഇതിനകത്ത് കേരളത്തിലും ബംഗാളിലും ഇന്ത്യ മുന്നണിയോടൊപ്പം ദേശീയ തലത്തിലുണ്ടെങ്കിലും രണ്ട് പേരോടും ശക്തമായിട്ട് മത്സരിക്കേണ്ടുന്ന സാഹചര്യം കോൺഗ്രസിനുണ്ട്. കാരണം കേരളത്തിൽ കോൺഗ്രസും CPM തമ്മിൽ മുഖാമുഖമാണ് മത്സരം, ഇടതുപക്ഷവും UDF തമ്മിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വന്നിട്ട് അതിശക്തമായിട്ട് ഈ CPIM-നെയും CPI-യെയും ഇടതുപക്ഷത്തെ ആകെപ്പാടെ വിമർശിക്കേണ്ട സാഹചര്യം വരും. സ്വാഭാവികമായിട്ടും ബംഗാളിലും അങ്ങനെയാണ്. കാരണം അവിടെ തൃണമൂൽ കോൺഗ്രസ്സിന് എതിരെ മത്സരിക്കുകയാണ്, അവരൊരു മുന്നണിയിലല്ല, എതിർത്ത് മത്സരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിക്ക് അവിടെ പോയിട്ട് ഈ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസിനെയും ശക്തമായിട്ട് എതിർക്കേണ്ടതായിട്ട് വരും. എന്നാൽ കേരളത്തിലും ബംഗാളിലുമുള്ള ഈ പ്രശ്നം തമിഴ്നാട്ടിൽ ഇദ്ദേഹത്തിനില്ല. കാരണം അവർ രണ്ടുപേരും ഒരു മുന്നണിയിലാണ്. DMK-യും കോൺഗ്രസും ഒരു മുന്നണിക്കകത്ത് നിന്നിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കണക്കാക്കുക ഇവിടെ ഇങ്ങനെ എന്തായാലും ചെയ്തേ പറ്റൂ. പക്ഷേ തമിഴ്നാട്ടിൽ പോയിട്ട് അതിശക്തമായിട്ട് ഈ മുന്നണിക്ക് വേണ്ടിയിട്ട് പോരാടും രാഹുൽ ഗാന്ധി എന്നല്ലേ നമ്മൾ വിചാരിക്കുക. പക്ഷേ അവിടേക്ക് പോയിട്ടേ ഇല്ല, അവർക്ക് മനസ്സിലായിട്ടില്ല. അവിടെ ആദ്യഘട്ടത്തിൽ ഏത് മുന്നണിക്കകത്തും പ്രത്യേകിച്ചും വളരെ വിശാലമായ രാഷ്ട്രീയ താല്പര്യങ്ങളോടൊക്കെ നിൽക്കുന്ന ഈ ഏത് മുന്നണിക്കകത്തും സീറ്റ് സംബന്ധിച്ച് തർക്കമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷേ പരിഹരിക്കപ്പെട്ടതിന് ശേഷമാണ് ഇദ്ദേഹം ഈ കുഴപ്പമുണ്ടാക്കി. ഇപ്പോൾ പുതുച്ചേരിയിലാണെങ്കിൽ തന്നെയും അവിടെ പോയിട്ട് DMK-യും ഇവരും തമ്മിൽ മത്സരിക്കുന്നുണ്ട്. 16 കോൺഗ്രസും 13 DMK ആണ്. അങ്ങനെ തീരുമാനിച്ചിട്ട് മത്സരിച്ചിട്ട് പോലും DMK-ക്കെതിരെ മത്സരിക്കുന്ന ഈ സഖ്യം ലംഘിച്ചിട്ട് മത്സരിക്കുന്ന ഈ വിമത കോൺഗ്രസ്സുകാരോടൊപ്പം ചേർന്ന് ഫോട്ടോ എടുക്കുകയും അവരെ വന്ന് കാണുകയൊക്കെ ചെയ്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. 6 പേര് മത്സരിക്കുന്നു, 5 പേരുടെയും കൂടെ ഫോട്ടോ എടുത്തു രാഹുൽ ഗാന്ധി. അപ്പോൾ ഈ കാര്യങ്ങൾ നടക്കുക. അപ്പോൾ ഇത് കൗതുകരമായിട്ട് തോന്നുന്നു എന്താ സംഭവിക്കുന്നതെന്ന്. കാരണം ഇതിപ്പോൾ DMK എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു DMK-ക്ക് 22 MP-മാരുണ്ട് പാർലമെൻറ്റിൽ. DMK-ക്ക് 22 MP-മാർ. തമിഴ്നാട്ടിൽ നിന്ന് കോൺഗ്രസ്സിന് 9 MP-മാരേ ഉള്ളൂ. ആകെ 99 MP-മാരാണ് കോൺഗ്രസ്സിനുള്ളത്. ഞാനിത് എൻ്റെ കയ്യിൽ കിട്ടിയ കണക്ക് വായിക്കാണ്, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും, എന്നാലും അങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ തവണത്തെ കാര്യം എന്താണ്, പാർലമെൻറ്റിൽ ലോക്സഭയിൽ 293 അംഗങ്ങൾ NDA-യും 234 ഇന്ത്യ മുന്നണിയുടെ അംഗങ്ങളാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ കാലം ശേഷം 2014 നരേന്ദ്രമോദി BJP ഒരു കൊടുങ്കാറ്റ് പോലെ അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഈ ഭരണപക്ഷത്തിനെതിരായിട്ട് പ്രതിപക്ഷത്തിന് ഒരു ശക്തമായിട്ടുള്ള നില വന്നത് ഈ ലോക്സഭയിലാണ്. ഈ ലോക്സഭയിൽ ഈ ഇന്ത്യ മുന്നണി പല വഴിക്ക് പിന്നീട് ചെതറുകയും അവർക്ക് ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പ്രതിപക്ഷ മുന്നണിയുടെ നമ്പർ വളരെ വലുതാണ്. മറ്റവർ ഒറ്റക്കല്ല ഭരിക്കുന്നത്, 3 പാർട്ടികൾ ചേർന്നാണ് ഭരിക്കുന്നത്. അപ്പോൾ പഴയ ശക്തിയുള്ള സർക്കാരല്ല. അപ്പോൾ അങ്ങനെ ശക്തി ഉണ്ടാക്കി കൊടുത്താൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് ഈ DMK. എന്ന് മാത്രമല്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK തന്നെ വിജയിച്ചേക്കും എന്നതിനാണ് കൂടുതലായിട്ട് ഒരു സാധ്യത അവിടെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അവരുടെ കരുത്ത് ചോർന്നിട്ടില്ല എന്ന്. ഇപ്പോൾ പക്ഷേ ADMK BJP സഖ്യം കയറി വരുന്നുണ്ട്, വിജയും ശക്തമായിട്ട് പ്രചാരണ രംഗത്തുണ്ട്. പക്ഷേ എങ്കിലും ഒരുവിധപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇവരുടെ ശക്തി കുറയില്ല എന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 2-2.5 വർഷം കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത തവണ വരും. അപ്പോൾ ഓരോ തവണയും ഇത്തവണ അല്ലെങ്കിൽ അടുത്ത തവണ അധികാരത്തിൽ വരും, പ്രധാനമന്ത്രിയാകണം എന്നൊക്കെ പറഞ്ഞ് നടക്കുക കോൺഗ്രസ്സുകാരും. അപ്പോൾ അന്നേരത്ത് ഇവിടെ നടക്കുന്ന അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി DMK-യുടെ പ്രചാരണ പരിപാടിയിൽ വന്നില്ല എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല. ഇവർ മല്ലികാർജ്ജുൻ ഖാർഗെയും ചിദംബരവും DMK-യുടെ കനിമൊഴിയും പിന്നെ മക്കൾ നീതി മയ്യത്തിൻ്റെ കമലഹാസനും ഒക്കെ ചെന്ന് വളരെ പാടുപെട്ടിട്ടാണ് രാഹുൽ ഗാന്ധിയെ അനുനയിപ്പിച്ച് ഇങ്ങോട്ട് എത്തിച്ചതെന്നാണല്ലോ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ ശ്യാമിലി? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വായിച്ച രാഷ്ട്രീയ നിരീക്ഷകർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല എന്തിനാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ചെയ്യുന്നത് എന്ന്. ഇനി നമ്മളറിയാത്ത പല രാഷ്ട്രീയ
ഉള്ളൊഴുക്കുകളും ഉണ്ടാകുമോ എന്ന സംശയം. വല്ല ഡി എം കെ ഇനി വേറെ ഇവരെ വല്ല വിധത്തിൽ. പക്ഷേ അങ്ങനെ ഡി എം കെ ഏത് നിലക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഡി എം കെ കോൺഗ്രസിനെ കൂടെ നിർത്താനായിട്ട് ആലോചിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നിയമസഭകളിലേക്ക് നടക്കുന്ന ഇടങ്ങളിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസിന് സ്വാഭാവികമായിട്ടും അവിടുത്തെ സ്വന്തം വിശാല ദേശീയ സഖ്യത്തിലെ ഘടകകക്ഷികളോട് അതിശക്തമായിട്ട് പോരാടേണ്ടുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു ബാധ്യതയില്ലാത്ത ഈ തമിഴ്നാട്ടിൽ ഡി എം കെയോടൊപ്പം ചേർന്ന് നിന്ന ഈ പ്രചാരണ പരിപാടിക്ക് എന്തുകൊണ്ട് ഇദ്ദേഹം വരുന്നില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഡി എം കെയുടെ സഹായം ഇല്ലാതെ അങ്ങനെ ഒരു സ്ട്രാറ്റജി മനസ്സിലാകുന്നില്ല. അതായത് 2029 ഒരു സ്ട്രാറ്റജി സ്വാഭാവികമായിട്ടും ഇവരെല്ലാം കുറേ കൂടെ കൂടുതൽ ശക്തമായിട്ട് കൂടെ നിർത്തിയിട്ട് മുന്നോട്ട് പോവുക എന്നതായിരിക്കണ്ടേ കോൺഗ്രസിൻ്റേത്. പക്ഷേ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് മാത്രം കാണുന്നില്ല. അവിടെയാണ് നമ്മൾ ഈ രണ്ടാമത്തെ വിഷയമായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ വരവിനെ കാണുന്നത്. ആം ആദ്മി പാർട്ടി നമ്മൾ അവർ ജയിലിലേക്ക് അഴിമതി ആരോപണം പോയിട്ട് ജയിലിലേക്ക് പഴയ ആം ആദ്മി പാർട്ടി അല്ല ഇപ്പോഴത്തെ ആം ആദ്മി പാർട്ടി. കുറേ കൂടെ ശക്തി സംഭരിച്ച ധാർമ്മിക ശക്തി കൂടിയിട്ടുണ്ട് അവർക്ക്. കാരണം അവരെ ഇല്ലാത്ത ഒരു കുറ്റത്തിൻ്റെ പേരിൽ ജയിലിൽ കൊണ്ടുവന്നിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ആളുകളെ ഈ നരേന്ദ്രമോദി സർക്കാർ എന്ന ഒരു നരേറ്റീവ് സ്വാഭാവികമായിട്ടും ആളുകളുടെ വിശ്വാസമായിട്ട് വന്നിട്ടുണ്ട്. ഡൽഹിയിൽ അവർക്ക് കുറച്ചുകൂടെ കരുത്ത്, ധാർമ്മികമായ കരുത്തും അതുവഴി കിട്ടുന്ന വോട്ട് കരുത്തും ഉണ്ടാകും എന്നവർ വിചാരിക്കുന്നുണ്ട്. ജനത്തിൻ്റെ പിന്തുണ അവർക്ക് കിട്ടിയേക്കും. അപ്പോൾ ആ ആം ആദ്മി പാർട്ടി എന്ന് വെച്ചാൽ പഴയതിനേക്കാൾ കരുത്തുള്ള ആം ആദ്മി പാർട്ടിയുടെ പഴയതിനേക്കാൾ കരുത്തുള്ള അരവിന്ദ് കെജ്രിവാൾ നേതാവ് ഡി എം കെക്ക് വേണ്ടി പോരാടാൻ വേണ്ടി വരികയാണ്. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഇന്ത്യ മുന്നണിക്കകത്തൊരു ഞാനില്ല എന്ന് പറഞ്ഞ് നീങ്ങിയ ആളാണ് അരവിന്ദ് കെജ്രിവാൾ എന്നുകൂടെ ആലോചിക്കണം. എന്ന് വെച്ചാൽ മുന്നണിയോട് ഒരല്പം വിട്ടുനിന്ന ചരിത്രം നേരത്തെയുള്ള ആളാണ് അരവിന്ദ് കെജ്രിവാൾ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വന്നിട്ട് കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സർവാധികാര സ്വഭാവമുള്ള അത് ജയിലിലേക്ക് പറഞ്ഞയച്ചും ബുദ്ധിമുട്ടിച്ച് കളയും എന്ന ഒരു തോന്നൽ അതിന് തെളിവായിട്ട് അദ്ദേഹത്തിന് തന്നെയുമുള്ള ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ ഈ പ്രതിപക്ഷ മുന്നണി ശക്തിപ്പെടണം എന്ന തോന്നൽ കൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ ഡി എം കെയുടെ അടുത്തേക്ക് വരുന്നത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക്. പക്ഷേ ആ ഒരു ജാഗ്രത കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി കാണിക്കാത്തത് എന്താണ് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും കോൺഗ്രസ് വിമർശകരുടെ ഉള്ളിൽ മാത്രമല്ല പൊതുവിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകളുടെ ഉള്ളിലേക്കും വരും. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നോക്കും ഈ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. അതായത് രാജ്യത്തുടനീളം അതായത് NDA സഖ്യം ഭരണം കൈയാളിക്കൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിലും, BJP ഒറ്റയ്ക്കും അല്ലാതെയുമൊക്കെ. ആ ഘട്ടത്തിലാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ നെടുംതൂണായ DMK ഇവിടെ വലിയൊരു പോരാട്ടം തമിഴ്നാട്ടിൽ ഇത്തവണത്തെ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകിച്ച് TVK പോലുള്ളൊരു സഖ്യം കൂടെ ഉയർന്നു വന്നിരിക്കുന്നു. അവർ ചിലപ്പോൾ വലിയ ശക്തിയായി ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യവും ഇവിടെയുണ്ട്. അത്രയധികം വോട്ട് പിടിക്കാനുള്ള ഒരു സാഹചര്യവും നിലവിലുണ്ട്. അങ്ങനെ തന്നെയാണല്ലോ, ഒരുപാട് ഇല്ലെങ്കിൽ നേട്ടമുണ്ടാക്കിയിട്ടില്ലെങ്കിലും 10%, 15% അവർ വോട്ട് പിടിച്ചാൽ തന്നെ അത് വലിയ നിലയായിട്ട് തന്നെയാണ് നിലവിൽ അവിടെ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുക. അപ്പോൾ അങ്ങനെ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ നിലനിൽക്കെ തന്നെ മറ്റ് ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും നെടുന്തൂണായ ഇതിനെ പിന്തുണയ്ക്കേണ്ട ഒരു ആവശ്യകതയുടെ കാര്യത്തിൽ, കാരണം ശേഷിക്കുന്ന ഒരു ശക്തി കേന്ദ്രമാണല്ലോ തമിഴ്നാട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് അതിനെ പിന്തുണയ്ക്കുന്ന ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം അതല്ലാതെ തന്നെയുള്ള ചില പോരാട്ടം ഒരു പോരാട്ടം ഇവിടെ പുറത്തെടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ പോലും അദ്ദേഹം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹത്തിനൊരു തളർന്ന പോരാളിയുടെ മനസ്സുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പറയുന്നത് പോലെ 2029 ആകുമ്പോഴേക്കും ഇവരെയൊക്കെ കൂട്ടി കൂടുതൽ ശക്തി ആർജിച്ച് കേന്ദ്രത്തിൽ ഒരു പടപുരുതേണ്ട ഒരു യുവ നേതാവ് ഈ ഘട്ടത്തിൽ ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അദ്ദേഹം മുൻപും ഇതിൻ്റെ ലാഞ്ചനകൾ കാണിച്ചിട്ടുണ്ട്. ഒരിടയിൽ അദ്ദേഹം അങ്ങ് കാണാതാവും, വിട്ടുപോയി കളയും, വിഡ്രോ ചെയ്യും പെട്ടെന്ന് അങ്ങോട്ട്. ഒരു വളരെ മൂർധന്യാവസ്ഥയിലായിരിക്കും ആ വിഡ്രോവൽ ഉണ്ടായിരിക്കുക. പിന്നീട് പെട്ടെന്ന് റീഎൻട്രി ചെയ്യും. ഇങ്ങനെ പലതരത്തിൽ അദ്ദേഹം ഈ ലാഞ്ചനകൾ കാണിച്ചിട്ടുണ്ട്. ഇത്തരം ഒരു പെരുമാറ്റം അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അത് തന്നെയാണോ നിലവിൽ ആവർത്തിക്കപ്പെടുന്നതെന്ന് അറിയില്ല. ഈ പറയുന്നത് പോലെ ഈ സ്ട്രാറ്റജി മനസ്സിലാവാനായിട്ടാണ്. കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, അതായത് ഈ ഹിന്ദു ലേഖനത്തിൽ B. കോലപ്പൻ എന്ന മറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് എഴുതിയ ആൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പറ്റും. അത് അതിനകത്ത് ഒരു ചെറിയ കാര്യമായിട്ടാണ്. അതായത് TVK ശക്തിയായിട്ട് വരുന്നത് കൊണ്ട്, വിജയുടെ പാർട്ടി ഇങ്ങനെ വരുന്നത് കൊണ്ട് ഇനി വിജയുടെ പാർട്ടിയോട് ചേരാം എന്നൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കുമോ എന്ന സംശയം അദ്ദേഹം വെക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ അദ്ദേഹം തന്നെ പറയാണ് അത് പക്ഷേ ഒരു മണ്ടത്തരായിരിക്കും. കാരണം അത് ലക്ക് പരീക്ഷണമായിരിക്കും. അതായത് അത് ഭാഗ്യപരീക്ഷണം മാത്രമായിരിക്കും. കാരണം അവർ തെളിയിച്ച പാർട്ടിയല്ല. അവർക്ക് എന്താണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിക്കുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ DMK പോലൊരു ശക്തിയെ ബുദ്ധിമുട്ടിച്ചിട്ട് TVK ഇങ്ങോട്ട് പിടിച്ചേക്കാം എന്ന തോന്നലുണ്ടാകണമെങ്കിൽ അത് എത്രമാത്രം സുഖകരമല്ലാത്ത അങ്ങനെ ഒരു നേതാവ് അവിടുന്ന് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഒരു സ്ത്രീ നേതാവ് അവിടുന്ന് രാജിവെച്ചൊരു നേതാവ് പറയുകയും ചെയ്തിരുന്നു. KC വേണുഗോപാൽ വഴി അത്തരത്തിലുള്ള ഒരു ചർച്ചകൾ അവിടെ നടന്നു. അത് കേരളവുമായി ബന്ധപ്പെട്ട് കൂടിയാണ് അതുണ്ടായിരിക്കുന്നത്. എങ്കിലും ഈ പറയുന്ന പോലെ അതൊരു എയറിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഒരു തളർന്ന പോരാളിയുടെ മനസ്സാണോ എന്നറിയില്ല. ഈ സ്ട്രാറ്റജി മനസ്സിലാകാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. പിന്നെ അദ്ദേഹം ഇത് അനുവർത്തിച്ചു പോരുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇന്ത്യ സഖ്യം എന്നുള്ള ഒരു അദ്ദേഹം എന്തോ അവഗണിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നിലവിലുള്ളത്. അതിന് അദ്ദേഹം ഇനി അത് കുറച്ച് കഴിഞ്ഞാവാം ഇനി ഞാൻ അതിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടത്, ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ആവട്ടെ
എന്ന് തീരുമാനിച്ചിട്ടാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കണക്കുകൾ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ 3 സീറ്റ് അധികമാണ് ഇത്തവണയുള്ളത്. ഇവിടെ 28 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഇത്തവണ DMK അവിടെ ഈ 28 സീറ്റുകളിലും വിജയം ഉറപ്പാക്കാൻ അവരുടെ ജില്ലാ സെക്രട്ടറിമാരോടൊക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതിനു വേണ്ടി പ്രചാരണം നടത്തുക. അതായത് രാഹുൽ വരാത്തൊരു സാഹചര്യത്തിൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറിമാർക്ക് വലിയ ഓഫറുകളൊക്കെ അദ്ദേഹം ജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പരിഗണന ലഭിക്കും എന്ന നിലയ്ക്കൊക്കെ അത് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജില്ലാ സെക്രട്ടറിമാരെയൊക്കെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ കൂടിയുണ്ട്. DMK ഇത്രയധികം സീറ്റുകളിൽ മത്സരിക്കുകയാണ് കേട്ടോ, എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഒരു കളം മനസ്സിലാക്കാതെയാണ് നിലവിൽ കോൺഗ്രസ് പെരുമാറുന്നത്. അവരെന്തോ പഴയ ഒരു ലെഗസിയിൽ അഭിരമിക്കുകയാണോ എന്നും സംശയമുണ്ട്. സത്യത്തിൽ 67-ലല്ലേ ആ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് വാഷൗട്ടായ രീതിയിലായിരുന്നു കോൺഗ്രസ്. അവരുടെ ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ചില പോക്കറ്റുകളിൽ അവർക്ക് ചില ശക്തി കേന്ദ്രങ്ങളും ചില വോട്ട് ബാങ്കുകളും അവിടെ ഉണ്ട് എന്നത് അല്ലാതെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവർക്ക് അവിടെ ഒരു വലിയ വിജയം നേടിയെടുക്കാൻ ഇനി കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. സംശയിക്കേണ്ട, അങ്ങനെയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇവരുമായി ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് സ്വാഭാവികമായും വലിയൊരു ശക്തി കേന്ദ്രമായി, ഒരു ശക്തിയായി ഈ ദക്ഷിണേന്ത്യയിൽ പിടിച്ചു നിൽക്കാനും ഇനി ഇവിടെയൊക്കെ ഉള്ളൂ എന്നുള്ളതാണല്ലോ നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ആ ഘട്ടത്തിൽ പോലും ആ ശക്തി ചോർത്താതെ അതിനോട് കൂടുതൽ ഊർജം പകർന്നുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കേണ്ട ഒരു സമയത്ത് അതിലെ വലിയ പോരാളിയായി നമ്മൾ തന്നെ പരിഗണിക്കുന്ന, ഇപ്പോഴും വളരെ പ്രതീക്ഷയോടെയല്ലേ നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹമാണ് നയിക്കേണ്ടത്, അദ്ദേഹം ചില കാര്യങ്ങൾ കൊണ്ടുവരും. തീർച്ചയായും വലിയ ദേശീയ നേതാവ് എന്ന നിലയ്ക്ക് ഉറ്റുനോക്കുന്ന ഒരു നേതാവിന് ഒരു തർക്കവുമില്ല. അല്ലാതെ മറ്റേതെങ്കിലും പാർട്ടിയുടെ നേതാവിനെ പോലുമല്ല ആ ഘട്ടത്തിൽ നമ്മൾ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൽ തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. എല്ലാവരും ഉറ്റുനോക്കുന്ന നേതാവാണ്. പക്ഷേ അദ്ദേഹം ഊർജം പകരേണ്ട ഒരു സ്ഥലത്ത് അദ്ദേഹം പൂർണ്ണമായും നിശബ്ദനാണ്. അത് എന്താണ് അതിൻ്റെ ഒരു പിന്നിലുള്ള കാര്യം? ഇനി വന്നാലും ഇതുവരെ വരാതിരുന്നതിൻ്റെ ഒരു ക്ഷീണം അവിടെ കിടക്കും. സത്യം അങ്ങനെ ഉണ്ടാവും. എന്തായാലും ഇവിടെ ഈ പറയുന്ന പോലെ കേവലം രാഷ്ട്രീയ വിമർശനമായി നമ്മൾ ഇതിനെ കാണരുത്. സത്യത്തിൽ ഈ സ്ട്രാറ്റജി നമുക്ക് ആർക്കും മനസ്സിലാവുന്നതുകൊണ്ട് വായിച്ച ഇത് രാഹുലിന് മാത്രമല്ല, ഇനി എന്താണ് രാഹുലിന് പിന്നുള്ള ട്രിഗർ പോയിന്റ് എന്താണെന്ന് നമ്മൾക്ക് ആർക്കും അറിയില്ല. ഒന്നുകിൽ അദ്ദേഹം വളരെ അപക്വമായിട്ടാണ് ഈ കാര്യങ്ങളെ മുഴുവൻ കൺസീവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പക്വമായ മറ്റേതെങ്കിലും തീരുമാനങ്ങൾ അതിനു പിന്നിൽ ഉണ്ടായേക്കാം. കേന്ദ്ര സർക്കാർ നിലപാടുകളെ തുടക്കം മുതലേ അതിശക്തമായി വിമർശിച്ച 2 നേതാക്കളാണ് അരവിന്ദ് കെജ്രിവാളും MK സ്റ്റാലിനും. ദേശീയ തലത്തിൽ BJPയുടെ നിലപാടുകൾക്കെതിരെ നിലകൊള്ളുന്നവരുടെ സഖ്യമായി ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ നെടുംതൂണുകളായി ഇരുവരും മാറിയത് അതുകൊണ്ട് തന്നെയാണ്. ഇന്ന് അതേ ഇന്ത്യ മുന്നണിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ് മുന്നണിയുടെ തിരിച്ചുവരവിന് DMKയും പ്രധാനമായും MK സ്റ്റാലിനും മുൻകൈ എടുക്കുന്നത്. സ്റ്റാലിൻ്റെ പരിശ്രമത്തിലൂടെ അരവിന്ദ് കെജ്രിവാളും തിരികെ ഇന്ത്യ മുന്നണിയിലേക്ക് എത്തുന്നതോടെ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അതിനിർണായകമായി കാണുന്ന BJP ഇതര പാർട്ടികൾക്ക് അത് കരുത്തു നൽകുമെന്നത് തീർച്ചയുമാണ്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പ്രചാരണത്തിന് മുഖമായി നിൽക്കുന്ന രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലെ പ്രചാരണ വേദികളിൽ എത്താത്തത് ഇന്ത്യ മുന്നണിയിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതിനോടകം 3 തവണ എത്തിയതും ഇനി 2 ദിവസം കൂടി എത്താനിരിക്കുന്നതുമായ സംസ്ഥാനത്തേക്ക് ഇതുവരെ എത്താൻ പോലും രാഹുൽ ഗാന്ധി ശ്രമിച്ചില്ല എന്നതും വിമർശനങ്ങളുടെ മൂർച്ച കൂട്ടുന്നുണ്ട്.